നേരത്തെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യവുമായി സഭാ കവാടത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. സഭയ്ക്കുള്ളിലും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. രാജ്യസഭ 2 മണിവരെ പ്രതിഷേധം കാരണം നിർത്തിവെച്ചു. ലോക്സഭയിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിഷ്ണു കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായ പ്രതിപക്ഷ ബഹളമാണ്. സ്പീക്കറിന് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള ബഹളമാണ് പോയത്. അതിനിടയിലും ബില്ല് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. ബിൽ അവതരണത്തിനാണ് ശബ്ദ വോട്ടോടുകൂടി ഇപ്പോൾ സഭ അനുമതി നൽകിയത്. എന്നാൽ ആ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കുള്ള അവസരം ലോക്സഭയിൽ ഉണ്ടായില്ല. പ്രതിപക്ഷം ശക്തമായ ബഹളം വയ്ക്കുകയും ചർച്ച തടസ്സപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് അവതരണത്തിന് ആദ്യം അനുമതി തേടിയത്. സ്പീക്കർ അത് വോട്ടിനിട്ടു. തുടർന്ന് ശബ്ദ വോട്ടോടുകൂടി അവതരണത്തിന് അനുമതി നൽകി. സഭയ്ക്ക് മുൻപിലേക്ക് ആ ബില്ല് വയ്ക്കുകയും ചെയ്തു. എന്നാൽ ബില്ലിന്മേലുള്ള ചർച്ച നടത്താനുള്ള അവസരം ലോക്സഭയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്പീക്കർ നിരവധി തവണ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷം കൂടി ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് ചർച്ച നടക്കണം എന്നുള്ളത്. ആ ചർച്ചയ്ക്കുള്ള അവസരമാണ് വന്നത്. വിഷയത്തിന്മേൽ ചർച്ച നടത്താനുള്ള സമയം സ്പീക്കർ അനുവദിക്കുന്നു എന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചത് പ്രകാരം നിരവധി പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് CJP പാർലമെന്റ് മാർച്ചിലെ പോലീസ് അതിക്രമത്തിന്മേൽ സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് വിവിധ പ്രതിപക്ഷ MP-മാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രമന്ത്രിമാരും ഒപ്പം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത് രാജ്യത്ത് ഈ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് ഇനി പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കുറ്റക്കാർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് കൊണ്ടുവരുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു. അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ 10 കോടി രൂപ വരെ പിഴയും 10 വർഷം വരെ തടവ് ശിക്ഷയും ഉറപ്പാക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥ. ആ ബില്ലാണ് ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആദ്യം ബില്ല് അവതരണത്തിന് അനുമതി തേടി. ശബ്ദ വോട്ടോടുകൂടി ബില്ല് അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ നൽകി. പിന്നീട് ആ ബില്ല് മേശപ്പുറത്തേക്ക് വെച്ചെങ്കിലും ബില്ലിന്മേലുള്ള ചർച്ച നടക്കുകയോ അത് അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കാനുള്ളൊരു നടപടിയിലേക്കോ സഭയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ പ്രതിപക്ഷ ബഹളം കാരണം ഇപ്പോൾ 1 മണിവരെ ലോക്സഭ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. രാജേഷ്. ജിഷ്ണു, 2 കാര്യം. അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. മറ്റൊരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിലും ഒരു തീരുമാനം അറിയിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം സഭയിൽ ഉണ്ടായിട്ടുണ്ടോ? ബില്ല് അവതരണത്തിന് അതുകൊണ്ട് തന്നെയാണോ അനുമതി നൽകാത്ത തരത്തിലേക്ക് ആ പ്രതിപക്ഷത്തിൻ്റെ ബഹളം വന്നതും? രാജേഷ്, പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമത്തിൽ മറുപടി പറയണം, അമിത്ഷാ ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം അത്തരത്തിൽ ബഹളം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജ്യസഭയും 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭാ നടപടികളും 2 മണിവരെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള നടപടികൾ ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയം എന്നുള്ളത് പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതാണ്. അത് ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ആദ്യ 2 ദിവസങ്ങളിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് ചർച്ച വേണം എന്നുള്ളതായിരുന്നു. പിന്നീട് സർക്കാർ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചപ്പോൾ പ്രതിപക്ഷം നിലപാട് മാറ്റുകയും ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കട്ടെ, പിന്നീട് ചർച്ച നടത്താം എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തി. ഇന്ന് പാർലമെന്റ് ചേരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷമാണ് ഇന്നിപ്പോൾ ആദ്യമായി പാർലമെന്റ് ചേരുന്നത്. ഇപ്പോഴും ചർച്ചയ്ക്കോ പാർലമെന്റ് നടപടികളോട് സഹകരിക്കാനോ തയ്യാറാകാതെ മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ട് ഈ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയത്.